ഹായ് ഹലോ നമസ്കാരം. പാത്തൂസ് വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടി വി എസിൻ്റെ ജൂപ്പിറ്റർ 125 എന്നാണ് ഈ വണ്ടിയെ കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ. എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ കേട്ടോ. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 8 മാസത്തോളമായി. വണ്ടി പെർഫോം വൈസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്പീഡ്, മീൻസ് ഒരു ബൈക്കിൽ പോകുന്ന ഒരു ഫീലൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, അതിൻ്റെ ഹൈറ്റ് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റുള്ള വ്യക്തികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അതേപോലെ സീറ്റിങ് ഒരു ചെറിയ ഫാമിലി 2 മക്കൾ, ഉപ്പ ഉമ്മ അങ്ങനെയൊക്കെ പോകാൻ പറ്റിയുള്ള അത്രയും ഇതുണ്ട്, സീറ്റ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ ആ ഒരു ഇത് വന്ന് നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിളായിട്ടിരിക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 50-55 ഒക്കെ മൈലേജും കിട്ടുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ പെട്രോൾ അടിക്കുന്ന ഇടം വന്നിരിക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ്. അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. മറ്റേ ഞാൻ യമഹയുടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യമഹയുടെ പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇറങ്ങി സീറ്റ് പൊക്കിയിട്ടൊക്കെ വേണം പെട്രോൾ അടിക്കുന്നത്. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ജൂപ്പിറ്ററിൽ പറയാൻ പറ്റിയൊരു ഇതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക, സ്റ്റോറേജ് കപ്പാസിറ്റി ശരിക്കും രണ്ട് ഹെൽമെറ്റുകൾ കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. അതേപോലെ അത് കഴിഞ്ഞിട്ടും കുറച്ചും കൂടി സ്റ്റോറേജ് നമുക്ക് ഈ സ്റ്റോറേജിൽ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ഫ്രണ്ടിൽ നമുക്കൊരു ചെറിയ ഫോണ് ചാർജിങ്ങിന് വെക്കാൻ പറ്റിയതൊക്കെ ഫ്രണ്ടേജിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ താക്കോലിടുന്നതിൻ്റെ അവിടെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മീറ്റർ എന്ന് പറയുന്നത് ഡിജിറ്റൽ മീറ്ററാണ്. ഡിജിറ്റൽ മീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ ഒരുപാട് ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ സ്പീഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് ടി വി എസിൻ്റെ. പിന്നെ ഓരോ ഇത് അടിപൊളിയാണ്. വീഡിയോ എടുക്കുന്നതും ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ ജൂപ്പിറ്റർ എന്നുള്ളൊരു നെയിം നല്ല അടിപൊളിയായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സിൽവർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നന്നായി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഗ്യാസൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് വരാൻ പറ്റും. അതിനുള്ളൊരു ഫെസിലിറ്റി ഇതിനുണ്ട്. അത് സാധാരണ സ്കൂട്ടറുകളിൽ ഇപ്പം ഞാൻ യമഹയുടെ ആ സ്കൂട്ടർ എടുത്തതിന് നമുക്ക് ഗ്യാസിന് ഫ്രണ്ടിൽ വെച്ചിട്ട് വരാൻ പറ്റില്ല. അതിനുള്ള സ്പേസ് ഇല്ല. ഇത് നല്ല സ്പേസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. ഇതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ എൻ്റെ പോലെ. ഇത് ഗേൾസിനേക്കാൾ നല്ലത് ജെൻസിനായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ജൂപ്പിറ്ററിനെ കുറിച്ച് സാധാരണക്കാരുടെ ഒരു റിവ്യൂ ആണ്. ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.